ഹായ് ഗായ്സ്, രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ഇതൊരു തുള്ളി മുഖത്ത് തടവി നോക്കൂ. പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ മുഖം നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സിറം വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പെർമനന്റ് ആയിട്ട് തന്നെ മുഖം നല്ല രീതിക്ക് ഗ്ലോ ആകുകയും ചെയ്യും. മാത്രമല്ല മുഖത്തിലെ കരിമ്പുള്ളി, കുരുക്കൾ എന്നിവ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. മുഖം നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു സിറം എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ലൈറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എല്ലാം ഓഫ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പോർഷനാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ആലുവേറ ജെല്ലാണ്. നമ്മുടെ തന്നെ സ്വന്തം ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ 2 ടൈപ്പിലുള്ള ആലുവേറ ജെൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം സാഫ്രോൺ ജെല്ല്, നമ്മുടെ കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ടുള്ള ജെല്ല്, മറ്റൊരെണ്ണം നോർമൽ ആയിട്ടുള്ള ജെല്ലാണ് കേട്ടോ. ഈ 2 ജെൽസ് ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമുക്ക് കൊമേഴ്ഷ്യലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്ന ജെല്ലൊന്നും തന്നെ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിനകത്ത് നമുക്ക് ആലുവേറ ജെല്ലിൻ്റെ കണ്ടൻറ്റ് തന്നെ ചില ബ്രാൻഡ്സും, അങ്ങനെ എല്ലാ ബ്രാൻഡ്സിനും പറയുന്നില്ല, ചില ബ്രാൻഡ്സിനകത്ത് ആലുവേറ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ട്രാൻസ്പെറൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ആലുവേറ ജെല്ല് മേടിക്കാതിരിക്കുക. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വെള്ളത്തിനകത്ത് ഈ ഒരു തിക്കനിങ് ഏജൻറ്റ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് പുറകെ പോകാതിരിക്കുക. അതുപോലെ തന്നെ കളറായിട്ടുള്ള ജെല്ലിൻ്റെ പുറകെയും പോകാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന നോർമൽ ആയിട്ടുള്ള ആലുവേറ ജെല്ലിനകത്തുള്ള ആ ഒരു ചെറിയൊരു കളർ ചേഞ്ച് കണ്ടോ, ചെറിയൊരു ഗ്രീനിഷ് കളറോ അല്ലെങ്കിൽ യെല്ലോയിഷ് കളറോ എനിക്കത് പറയാൻ കിട്ടുന്നില്ല, ഒരു കളർ അതുപോലെ ഇരിക്കും നമ്മുടെ ആലുവേറ ജെൽ. ഓക്കെ, ഇതാണ് നമ്മൾ ശരിക്കും പ്യുവറായിട്ട് ആലുവേറയുടെ ജ്യൂസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആലുവേറയുടെ കളർ. ഓക്കെ, നമുക്ക് ഒരിക്കലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടത്തില്ല. ചെറിയ രീതിക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഇത് ഇരിക്കും തോറും നമ്മുടെ കളറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അതിപ്പോൾ എൻ്റെ അടുത്ത് മേടിച്ചവർക്ക് അറിയാം. നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഫ്രഷ് ബോട്ടിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ അത് ഇരിക്കും തോറും നമുക്ക് ചെറിയ രീതിക്ക് കളർ ചേഞ്ച് വരും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. കാരണം അതിനകത്ത് ഞാൻ നാച്ചുറലായിട്ടുള്ള ആലുവേറ ജെല്ലാണ് ചേർത്തിരിക്കുന്നത്. അത് നമ്മൾ അതായത് ഡിസ്റ്റിലേഷൻ ചെയ്തെടുത്തുള്ള ആലുവേറ ജ്യൂസ് ഒന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ക നമ്മൾ ചെടിയിൽ നിന്ന് വലിച്ചെടുത്ത ആലുവേറ കഴുകി വൃത്തിയാക്കി അരച്ചെടുത്ത ജ്യൂസാണ് അത് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആരും തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ലിൻ്റെയോ കളറായിട്ടുള്ള ജെല്ലിൻ്റെ പുറകെ പോകാതെ ഇതുപോലെ നല്ല രീതിക്ക്, അതായത് നമ്മളെപ്പോലെയുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിങ്ങനെ ആലുവേറ ചെയ്യാൻ പറ്റുള്ളൂ. കൊമേഴ്ഷ്യലി ഒരിക്കലും അവർക്ക് പറ്റത്തില്ല. അവരിത് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അവർ 1 വർഷം 2 വർഷത്തേക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ ഞാൻ ചെയ്യുന്ന ഫോർമുലേഷനിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തന്നെ നമുക്കത് ഇരിക്കത്തില്ല. ഓക്കെ, ഒരു 6 മാസം, ഒരു ഏറിപ്പോയി 8-9 മാസം അത്രയൊക്കെ തന്നെ നിൽക്കത്തുള്ളൂ. പിന്നെ വലിയ ബ്രാൻഡ്സിൻ്റെ ആലുവേറ ജെല്ലൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അവർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആലുവേറയുടെ പൾപ്പ് എടുത്തിട്ട് ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട്, അതായത് വാറ്റിയെടുക്കുക. നമ്മൾ റോസ് പൂവൊക്കെ കണ്ടിട്ടില്ലേ, സ്റ്റീമിങ് മെത്തേഡ്, ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു മെത്തേഡിൽ ആലുവേറയുടെ വാറ്റിയെടുത്ത വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ. ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടും ആലുവേറ ചെയ്യുന്ന വലിയ ബ്രാൻഡ്സ് ഉണ്ട്. ഞാനിവിടെ പറയുന്നത്, ഒരിക്കലും നമുക്ക് പ്യുവർ ആലുവേറ ജ്യൂസ് ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ല് നമുക്ക് കിട്ടില്ല. പിന്നെ കിട്ടും, നമുക്ക് ആ ഒരു ജ്യൂസിൻ്റെ അളവ് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ആലുവേറ ജെല്ലിൻ്റെ കളർ ഈ ഒരു മെത്തേഡിലാണ് കിട്ടുക. കാരണം ഇതിനകത്ത് ഞാൻ 70% ജ്യൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ വിട്ടുപോയി. നേരത്തെ ചേർത്ത് കൊടുത്തത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്, ഇപ്പോൾ ചേർക്കുന്നത് ഓയിലാണ് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചിട്ടുള്ള ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഗ്രേപ്പ് സീഡ് ഓയിലാണ് ചേർക്കുന്നത്. ഗ്രേപ്പ് സീഡ് അല്ല, ഹെം സീഡ് ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഗ്രേപ്പ് സീഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഹെം സീഡ് ആണെങ്കിലും കുഴപ്പമില്ല, ആമണ്ട് ഓയിലായാലും കുഴപ്പമില്ല. ഇനി അതൊന്നുമില്ല, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നീട് ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ ചെയ്തെടുത്തുള്ള റോസ് വാട്ടറാണ്. അത് ഞാനിവിടെ ഈ കാണുന്ന സ്പൂണിനകത്ത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗ്ലിസറിൻ 1/2 ടീസ്പൂൺ, ഓയിൽ നമുക്ക് 1/4 ടീസ്പൂൺ, ഈ ഒരു റോസ് വാട്ടർ 1 ടീസ്പൂൺ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മൾ നോർമൽ ആലുവേറ ജെൽ എടുത്തിട്ടുണ്ടായിരുന്നു, അത് 1 ടീസ്പൂൺ ചേർത്തു. പിന്നീട് ഗ്ലിസറിൻ നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർത്തു. ഓയിൽ, നമ്മുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ളൊരു ഓയിൽ, അതൊരു 1/4 ടീസ്പൂൺ ചേർത്തു. 1 ടീസ്പൂൺ റോസ് വാട്ടർ. ഓക്കെ, ഈ ഒരു 4 കാര്യങ്ങളും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിലേക്ക് യോജിച്ച ഏത് ഓയിൽ, ഇപ്പോൾ ആൽമണ്ട് ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കൂട്ട് നമുക്ക് വൈറ്റ് കളറായിട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ MCയുടെ ഓയിൽ ആയതുകൊണ്ട് ചെറിയൊരു ഗ്രീനിഷ് കളർ ഉണ്ട്. ആ ഒരു ഓയിലിൻ്റെ കളർ തന്നെ ഗ്രീനിഷ് കളറാണ്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ നമ്മുടെ ഈ ഒരു ജെല്ലിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മൾ
ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സിറം, ഈ ഒരു ഗ്ലോയിങ് സിറം നിങ്ങൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ ഫേസും കൈയും നന്നായിട്ട് കഴുകിച്ച് വരിക. എന്നതിന് ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് പോകട്ടെ. ഒരു 1 വീക്ക് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേസിലത്തെ ആ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പിമ്പിൾസ് വരത്തില്ല. പിമ്പിൾസ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കാരണം നമ്മൾ ഇതിനകത്ത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ടും ചുളിവും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഈ ഒരു ഗ്ലിസറിൻ സൂപ്പറാണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സൂപ്പറാണ്. ഗ്ലിസറിൻ മാത്രമല്ല, ആലോവേറയും നമ്മൾ നല്ല രീതിക്ക് ഹൈഡ്രേഷൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.